ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് അടിപൊളി ഒരു കാന്താരി അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. കഴിഞ്ഞ ദിവസം മീനച്ചാർ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കാന്താരി നമ്മൾ എടുത്തില്ലായിരുന്നു. അതിൻ്റെ ബാലൻസ് കുറച്ച് കാന്താരിയും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാമെന്ന്. ആ കാന്താരിയും അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എടുത്തായിരുന്നു. ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കിന് അതിനകത്തേക്ക് നമ്മൾ ഈ വെച്ചേക്കുന്ന കാന്താരി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കാന്താരി ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും കേട്ടോ. അന്നേരം പിന്നെ ഒന്ന് അടച്ചു വെച്ചാൽ മതി. അതിൻ്റെ ആ ഇതൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഏകദേശം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിനാണ് നമ്മൾ ഇതിനകത്തേക്ക് പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കിന് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതായത് കുറച്ച് കാന്താരിയല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേന് നമ്മുടെ പരിപാടി തീരും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി തിളച്ച് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി വേണമെങ്കിൽ മാത്രം മതി കേട്ടോ, ലാസ്റ്റായിട്ട് ഓപ്ഷണലാണ്. കുറച്ച് പഞ്ചസാരയോ ലേശം മതി കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. ലേശം പഞ്ചസാരയോ അല്ലെങ്കിൽ ലേശം ശർക്കരയോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈ പുളിയും ഉപ്പും കൂടെ ഒക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ട് നല്ലൊരു ഗ്ലാസിൻ്റെ കുപ്പിക്കകത്ത് ഇട്ട് വെച്ചാൽ മതി കേട്ടോ, കേടുകൂടാതെ ഇരുന്നോളും. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ കാന്താരി അച്ചാർ ഇഷ്ടമുള്ളവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണേ.